أعوذ بالله من الشيطان الرجيم ولله ملك السماوات والأرض والله على كل شيء قدير إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ സൂറത്തിലെ അഥവാ ഇപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന അവസാനത്തെ 10 ആയത്തുകൾ 190 മുതൽ ഇതാണ് 190 അഥവാ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ 200 ആയത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി ആയത്ത് വരെ ഉറക്കെ
ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഓതുന്നത് സുന്നത്താണ്. അതിൻ്റെ ഒരു തെളിവായിട്ട് പറയുന്നത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഏറ്റവും പ്രബലമായ റിപ്പോർട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാണ്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ചെറിയമ്മയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, അഥവാ നബി സല്ലല്ലാഹു നമ്മുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനാത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് നമുക്ക് പറയാവുന്ന നമ്മുടെ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മൈമൂനയുടെ വീട്ടിൽ വരികയും അന്ന് അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ താമസിച്ച് രാത്രിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കിൽ നിന്ന് ഉണർന്ന് തൻ്റെ മുഖത്തെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എല്ലാവർക്കും മുഖത്തൊരു ഉറക്കച്ചടവ് ഉണ്ടാവും. ആ ഉറക്കച്ചടവ് കൈകൊണ്ട് തുടച്ച് നീക്കി, തുടർന്ന് ആലു ഇമ്രാൻ സൂറത്തിലെ അവസാനത്തെ 10 ആയത്തുകൾ അഥവാ 190 മുതൽ 200 വരെ പാരായണം ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്യാൻ പോവുകയും എന്നിട്ട് തഹജ്ജുദ് നമസ്കരിക്കുകയും ചെയ്തു. സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം അഥവാ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മറ്റൊരു പാഠം പഠിക്കാൻ കഴിയുന്നത്, ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില ഗൗരവകരമായ വർത്തമാനങ്ങൾ ചിന്തിക്കുന്നവർക്കുള്ള താക്കീതാണ്. ഈ ആയത്തുകൾ 190 ആയത്ത് മുതൽ 200 വരെയുള്ള ആയത്തുകൾ ഇറക്കപ്പെട്ട രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നബി കരഞ്ഞ രാത്രിയാണ്, അഥവാ നബിക്ക് ഈ ആയത്തുകൾ ഇറങ്ങിയ അപ്പോൾ മുതൽ അന്ന് രാത്രി ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുണ്ട് എന്നാണ് ഹദീസിൽ നിന്ന് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രാത്രി എനിക്ക് ചില വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് ഓതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവന് നാശം. സഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. രാത്രി പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ചില അസറുകളിൽ സഹാബികളുടെയോ താബികളുടെയോ വചനങ്ങളായിട്ട് ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും രാത്രിയിൽ ആലു ഇമ്രാൻ അവസാന ഭാഗം പാരായണം ചെയ്താൽ ആ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച പ്രതിഫലം ഖിയാമുൽ ലൈൽ അവർക്ക് ലഭിക്കുന്നതാണെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സുനനു അദ്ദാരിമിയിൽ കാണാം. ചുരുക്കത്തിൽ രാത്രി ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ഈ 10 ആയത്തുകൾ ഓതുന്നത് സുന്നത്താണ്. പ്രപഞ്ച സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ആയത്തുകൾ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ചു ഓതുന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ച രീതി. സാധാരണയായി 190 ആയത്തായ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് തുടങ്ങുന്ന പാരായണം അവിടെ നിന്നാണ് ഈ ആയത്ത്, ഇന്ന ഫീ ഖൽഖി, അവിടെ നിന്നാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. ഈ 10 ആയത്തുകളുടെ ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.